ഇന്ന് എനിക്ക് ഓഫ് ഡേ ആട്ടോ. അപ്പം സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് സാറേയും വീട്ടിലുണ്ട്. രാവിലെ മൊത്തം നല്ല മഴയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇച്ചിരി സൂര്യനൊക്കെ കണ്ടപ്പം എങ്കിൽ പിന്നെ കുറച്ച് നേരം ട്രെയിനിങ് കൊടുക്കാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങി ചെയ്തതാണ്. സാറേ ഇന്ന് ഫുൾ എനർജിയിലായിരുന്നു. എല്ലാം സ്മാഷ് ചെയ്യുമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇന്ന് സാറാ പ്രാക്ടീസ് ചെയ്തത്. അതും ഹാർഡ് ബോളിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ സാറയ്ക്ക് നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാറ് കൂടുതൽ എനർജിയിൽ നല്ലപോലെ ഷോട്ട്സൊക്കെ കളിക്കണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് നേരം ബോളിംഗ് മെഷീൻ ട്രൈ ചെയ്തു. പക്ഷേ ബോളിംഗ് മെഷീൻ ഈ വെറ്റ് ബോളായതുകൊണ്ട് അത്ര എഫിഷ്യൻ്റായിട്ട് ഇത് വരുന്നില്ലായിരുന്നു. അപ്പം ത്രോ ഡൗൺ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അവസാനം കുറച്ച് നേരം പുള്ളിക്കാരത്തേക്ക് ബോളിങ്ങും ചെയ്യാൻ കൊടുത്തു. ബോളിങ്ങാണ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തത്. ബോളിങ് പുള്ളിക്കാരത്തി ഇച്ചിരൂടെയും ഡിഫിക്കൽട്ടായിട്ടാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൺസിസ്റ്റൻ്റായിട്ട് പുള്ളിക്കാരത്തിക്ക് ലൈൻ കിട്ടുന്നില്ല. പക്ഷെ ബാറ്റിങ്ങിൽ അത്യാവശ്യം പ്രോമിസിങ് ആയിട്ട് തോന്നി. നല്ലപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറയ്ക്ക് ഈ മോട്ടിവേഷൻ കിട്ടുക എന്നുള്ളത് മാത്രമായിട്ട് ഇതിൽ ഡിഫിക്കൽട്ട് ടാസ്ക്. പുള്ളിക്കാരത്തി അവർ ഫുൾ മോട്ടിവേഷനോട് കൂടി ഈ പ്രാക്ടീസിങ് നെറ്റ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു ഫ്രണ്ട് ബ്രിസ്ബെയിനിലുള്ളൊരു ഫ്രണ്ടിൻ്റെ മോള് 8-9 വയസ്സേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തി നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് സാറയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഭയങ്കര മോട്ടിവേഷനാവും. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരിക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് ഈ പെൺപിള്ളേർക്ക് അവരുടേതായ കുറേ ടേസ്റ്റുകളുണ്ടല്ലോ, അതല്ലല്ലോ ക്രിക്കറ്റ്.